ആക്ച്വലി ശ്രീലക്ഷ്മി ശ്രീമതി ശ്രീ എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെയൊന്നും തന്റെ അടുത്ത് തോന്നിയിട്ടില്ല. What did he say? എന്താ ബ്രോ പറഞ്ഞേ? ബ്രോ എനിക്ക് ഇവിടെ ഇഷ്ടമല്ലെന്ന്. എത്ര പേരാ അവളുടെ പുറകെ നടക്കുന്നതെന്ന് അറിയോ എനക്ക്? അവര് നടന്നോട്ടെ ബ്രോ, ഞാൻ നടന്നില്ലല്ലോ. ഭാസ്കർ, are you serious? ഭാസ്കർ is always serious. നിനക്ക് ലൈൻ ഉണ്ടോടാ? നോ. സാമ്പത്തിക പ്രശ്നം? നോ. ഏതാണോടാ? നോ. പിന്നെ എന്താ നിനക്ക് അവളെ പ്രേമിച്ചാല്? ബ്രോ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാണ് ബ്രോ. എന്റെ ലൈഫിൽ കുറെ ലക്ഷ്യങ്ങളുണ്ട്. പഠിക്കണം, കുടുംബം നോക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ബ്രോ. ബ്രോ എത്ര മണിക്കാ പഠിക്കാനിരിക്കുന്നത്? 6:30. 6:29 വരെ പ്രേമിച്ചൂടെ? ഒന്ന് പോടെ ഇറക്കാം അവിടുന്ന്. അവന്റെ പ്രേമം. അവൻ കേടാ കൺഫോ. വന്നിടം തൊട്ട് അവൻ എന്നെയാണ് നോക്കുന്നത്. ഞാൻ സുന്ദരി അല്ല അല്ലേ? ആണ്, നീയാണ് സുന്ദരി. അല്ല, അതുകൊണ്ടല്ലേ അവനെ റിജക്ട് ചെയ്തേ. കരയല്ലേ സുന്ദരി? എന്ത് ചെയ്യുവാ? ഞാൻ അവളെ വിളിച്ച് ബ്രേക്കപ്പ് പറയാൻ പോവാ. എന്തിന്? എന്നിട്ട് ഞാൻ നിന്നെ അങ്ങ് പ്രേമിക്കും. സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കല്ലേ ജോ. ഇത്ര മനസ്സിന് വിശാലത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കൊറേ ഉണ്ടാക്കല്ലേ പൊന്നി. ഓ കൈതട്ടിയതാ. ചെറിയ പരിപാടി കാണിച്ചു. ഇത് ആരെന്നറിയാമോ? പുള്ളി സിറ്റിന്ന് വന്ന സ്ട്രീറ്റ് ഡാൻസർ ആണ്. പെൺപിള്ളേരെയൊക്കെ വിളിച്ച് ഡാൻസ് കളിപ്പിച്ചറിയും പുള്ളി. ആമ്പിള്ളേരോടെ കളിക്കില്ല. നീ വിളിച്ചാൽ ചേട്ടാ, നിന്നെ പഠിപ്പിച്ചറിയും പുള്ളി. എന്നാ ഇവിടെ ഇറക്കം ഇവിടെ ഉണ്ടോ അടുത്ത്? ഇറക്കോ അപ്പുറത്ത്. അങ്ങോട്ട് പോയി കുനിഞ്ഞിരി മൈരേ പ്രാരം പറി. അവനവന് മറ്റവന് ഒരു ചെറ്റി. പെൺകുട്ടീനെ 2 ആൺകുട്ടികൾ ലൈൻ ഇടാൻ വേണ്ടി ശ്രമിക്കാം, അത് പാടില്ല. എന്റെ കൂട്ടുകാരന്റെ പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളാണ്. ഞാൻ അപ്പോൾ എന്ത് വേണം, ഇത് നൈസായിട്ട് മാറ്റിട്ട് ക്ലാസ്സിലെ പുതിയ പെൺകുട്ടി വരുമ്പോൾ അവളെ നോക്കണം. ഇക്കട അതാണ് മര്യാദ. ഇത് മാത്തമാറ്റിക്സ് ആണോ റൊമാൻറ്റിക്സ് ആണോ? ഞാനല്ലാന്നിങ്ങനെ പോയോ? ഒന്നാമത്തെ കാര്യം, എനിക്ക് ഹിന്ദി അറിയില്ല. ഹിന്ദി സിനിമ വന്നാലും തമിഴ് ഡബ് ഉണ്ടോന്ന് ഞാൻ നോക്കും. എക്സാം കഴിയാൻ ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അല്ലെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ എളുപ്പമല്ലായിരുന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരേ എന്താ? എടാ ഞാൻ വെപ്രാളത്തിലെ ഹാൾ ടിക്കറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പിൻ ചെയ്ത് കൊടുത്ത സാറിന്. അപ്പൊ ആൻസർ ഷീറ്റാ വേണ്ട. എടാ നിനക്ക് ഞാൻ എഴുതി തരാം ഈ പോക്ക് വരുമ്പോ. എടോ തനിക്ക് പെണ്ണില്ലാത്തതിന്റെ ചൊരുക്കല്ലേടോ. എടാ പണ്ട് നന്ദുവിന്റെ പുറകെ എന്നിട്ട് അവളുമാരിപ്പോ കണ്ടവന്മാരുടെ കൂടാണ്. തനിക്ക് പെണ്ണില്ലാത്തതിന്റെ ചൊരുക്കം എന്റെ അടുത്ത് ചൊരുക്കല്ലേ. കഴിവുള്ളവന്മാര് പ്രേരിക്കും. എത്രാം ക്ലാസ്സറാ? 7. നിന്നെ അറിയാവോ? അറിഞ്ഞൂടെ? കല്യാണമൊക്കെ കഴിക്കണ്ടേ? കഴിക്കണം. നിനക്ക് താല്പര്യമില്ലൂടെ? താടിയൊക്കെ പണ്ടല്ലേ ട്രെൻഡ്. താടിക്കാരന്മാരെ ഇഷ്ടമുള്ള പെമ്പിള്ളാരൊക്കെ എല്ലാവരും കൊറേ കാര്യമല്ലേ ഇഷ്ടം. ഇല്ല, എനിക്ക് കുറച്ച് ചുരുളമുടി 90s കാര്യമല്ല. ആധാർ പാൻ കാർഡുമായി എങ്ങനെ ലിങ്ക് ചെയ്യാം? ഇവൻ അക്ഷയയിൽ ചോദിക്കേണ്ട കാര്യം അക്ഷയിനോട് ചോദിക്കുന്നു. രണ്ടാഴ്ചത്തെ ലീവിന് ചോദിച്ചിരുന്നു. നാട്ടിൽ പോവാൻ 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. ഇന്ന് ഇങ്ങോട്ടേക്ക് വരണം. ഗരം സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. മനസ്സിലായോ? എന്താ നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈശോയെ ഒട്ടത്തിന് സ്ഥലം കൊടുത്ത പോലെ. ഇത്രയും നല്ല കൂട്ടുകാരടക്കുന്ന നീ എന്നെ നേരത്തെ വിളിച്ചു കളഞ്ഞല്ലോ. ഈ കഴിവേറി ചത്തു അല്ലടാ.
ഫോട്ടോ വേണേച്ചി. എന്താ തനിക്ക് വേണ്ടേ? ഞങ്ങളുടെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. ഷട്ടിൽ കളിക്കാൻ പറ്റുമോ? ഉറപ്പായും പറ്റും. അച്ഛനെ സ്വിം ചെയ്യാൻ പറ്റുമോ? നന്നായി ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ അച്ഛന് നീന്താൻ അറിയില്ല, പിന്നെ എങ്ങനെ സ്വിം ചെയ്യും? മോളെ ശ്രീ, നിന്നെക്കാളും ചെറിയോളായുള്ളു. അവൾക്ക് ഒരു കല്യാണമായി. നിന്റെ കല്യാണ സദ്യ എന്നാ? മാമ്പിള്ളിയിലെ കല്യാണിക്കുട്ടിയമ്മ മിനിങ്ങാന്നാ മരിച്ചത്. നിങ്ങളെക്കാളും ഇളയതാ. നിങ്ങളെന്നാ അമ്മൂമ്മ എനിക്ക് അടിയന്തര സദ്യ തരാൻ പോന്നെ? ഞാൻ വിളിച്ചോണ്ടോന്ന് പെണ്ണാണ്. അത്തേക്ക് വിളിച്ചോണ്ടോ? കയറിക്കോടി. നിക്കടി അവിടെ. എന്താണ് അവളുടെ പേര്? റോസമ്മ. റോസമ്മ. നിനക്ക് ഈ മാർക്കം കൂടിയോളല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലടാ. തലേമോനെയും കാട്ടിട്ട് പിള്ളേരെ ടർക്കി കാണും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം പടി ഞാൻ കഴിച്ചില്ല. ഇറങ്ങി പോടി കഴിച്ച് മാറിയിരിക്കണല്ലേ. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലുണ്ട്? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഞാൻ അണ്ണാക്കിലേക്ക് ഒഴിച്ചോടും. ഇളക്കണ്ണി വെറുതെ അതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തതെന്ന് അറിഞ്ഞേ തീരും. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ പ്രൊജക്ടറിന്റെ ഗിയറും എന്റെ പ്രൊജക്ടറിന്റെ ഗിയറുണ്ട്, ക്ലച്ചിന്റെ സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ടാക്സി ആയിട്ട് ഓടിക്കാം. ഇയാൾ ഉരുളക്കുട്ടേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്. സാർ, ഇത് അശ്വതി, എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററാണ്. സാറിന്റെ ജൂനിയർ ആയിട്ട് സാർ നോ പറയരുത് പ്ലീസ്. ഇവിടെ താനിതെന്ത് ഭാവിച്ച ഈ ഒരു കേസ് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിയില്ല. സാർ നിയമം അറിയുന്ന ആരുടെങ്കിലും കൂടെ നിർത്തണമെന്ന് വിചാരിച്ചിട്ടാ. സാർ കാശൊന്നും കൊടുക്കണ്ട. എവിടുന്ന കാശ്?